ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 5.3ലെ 20th ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ 5.3ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 20ാമത്തെ ക്വസ്റ്റ്യൻ. കഥയാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഇൻ എ പൊട്ടറ്റോ റേസ് എ ബക്കറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഫിഗറിൽ നോക്കുക. വിച്ച് ഈസ് 5 meter ഫ്രം ദ ഫസ്റ്റ് പൊട്ടറ്റോ. The other potatoes are placed 3 meter apart in a straight line. There are 10 potatoes in the line. See figure. പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ബക്കറ്റിൽ നിന്ന് അടുത്ത് 5 മീറ്റർ ആണ് വരേണ്ടത്. 5 മീറ്റർ വന്നു, പൊട്ടറ്റോ എടുത്തു, തിരിച്ചു പോയി. അപ്പോൾ 10 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അടുത്തത് 5 + 3 8 മീറ്റർ വരണം, വീണ്ടും തിരിച്ചു പോകണം. അപ്പോൾ അവിടെ 16 മീറ്റർ ട്രാവൽ ചെയ്യണം. വീണ്ടും 1 2 3 തേർഡ് മൂന്നാമത്തെ പൊട്ടറ്റോ എടുക്കണമെങ്കിൽ 5 + 3 + 3 അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യണം പൊട്ടറ്റോ എടുക്കാൻ. വീണ്ടും പൊട്ടറ്റോ തിരിച്ച് ബക്കറ്റിൽ കൊണ്ടിടണം. അപ്പോൾ അത് ഇൻറ്റു മൾട്ടിപ്ലൈഡ് ബൈ 2 × 2 വേണം. അപ്പോൾ 5ഉം 3ഉം 8ഉം 3ഉം 11 മീറ്റർ വൺ സൈഡ് തന്നെ പോകണം. വീണ്ടും തിരിച്ചു പോകണമെങ്കിൽ വീണ്ടും 11 മീറ്റർ ബക്കറ്റിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ 22 മീറ്റർ അവിടെ ട്രാവൽ ചെയ്യണം. അങ്ങനെ ഓരോ പൊട്ടറ്റോ അടുത്തേക്കും പോകണം. ദർ ആർ 10 പൊട്ടറ്റോസ് ഇൻ ദ ലൈൻ. അപ്പോൾ നമുക്ക് അവിടെ 10 ടേം ഉണ്ട്, നമുക്ക് അതിനകത്ത് മനസ്സിലായി. ഇനി ഇതിനെ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനാക്കി നമുക്ക് മാറ്റി എഴുതണം. അപ്പോൾ ഈ ഓരോ പൊട്ടറ്റോയുടെ അടുത്തേക്കും പോകുമ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് ആ ഡിസ്റ്റൻസിനെ ഓരോ ടേമായിട്ട് നമുക്ക് എഴുതി ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമുക്ക് ഫോം ചെയ്തെടുത്താൽ ആ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സം എടുത്താൽ ടോട്ടൽ ഡിസ്റ്റൻസ് കവർ. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10ാമത്തെ പൊട്ടറ്റോയിലേക്ക് പോയ ഡിസ്റ്റൻസ് അല്ല. 10ാമത്തെ പൊട്ടറ്റോ എടുത്തിടുമ്പോൾ അവിടെ വരെ പോയ ഡിസ്റ്റൻസും തിരിച്ചു വരുന്ന ഡിസ്റ്റൻസും കൂട്ടിയാൽ നമുക്ക് 10ാമത്തെ പൊട്ടറ്റോ എടുക്കാനുള്ള ഡിസ്റ്റൻസ് കിട്ടും. അത് അതിൻ്റെ കേസിൽ മാത്രമാണ്, അത് നമുക്ക് nth ടൈം മാത്രമാണ് കിട്ടുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ആകെ എത്ര ട്രാവൽ. ക്വസ്റ്റ്യൻ്റെ ബാക്കി ഞാൻ വായിക്കാം. എ കോമ്പറ്റീറ്റർ സ്റ്റാർട്ട്സ് ഫ്രം ദ ബക്കറ്റ്, പിക്കപ്പ് ദ നിയറസ്റ്റ് പൊട്ടറ്റോ, റൺസ് ബാക്ക് വിത്ത് ഇറ്റ്. അപ്പോൾ 2 ദൂരമായി, 5 5 10 അവിടെ തന്നെ. ഡ്രോപ്സ് ഇൻ ദ ബക്കറ്റ്, റൺസ് ബാക്ക് ടു പിക്കപ്പ് ദ നെക്സ്റ്റ് പൊട്ടറ്റോ. അപ്പോൾ അവിടെ 5 3 8 മീറ്റർ ആയി. റൺസ് ബാക്ക് ടു ഡ്രോപ്പ് ഇറ്റ് ഇൻ. അപ്പോൾ വീണ്ടും ആ 8ൻ്റെ ഇരട്ടി, 8 × 2 ആയി, തിരിച്ചു പോയി ബക്കറ്റിലിട്ടപ്പോൾ. ആൻഡ് ഷീ കണ്ടിന്യൂസ് ദ സെയിം വേ അൺടിൽ ഓൾ ദ പൊട്ടറ്റോസ് ആർ ഇൻ ദ ബക്കറ്റ്. എല്ലാ പൊട്ടറ്റോസും ബക്കറ്റിൽ എത്തിക്കുന്നത് വരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ദ കോമ്പറ്റീറ്റർ ഹാസ് ടു റൺ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ്, അപ്പോൾ ആദ്യത്തെ 5 മീറ്റർ മുതൽ അവസാനത്തെ 10ാമത്തെ പൊട്ടറ്റോ എടുക്കുന്നത് വരെ ഓരോ കേസിലും എത്ര ഡിസ്റ്റൻസ് റൺ ചെയ്തിട്ടുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നും ക്വസ്റ്റിനകത്ത് മനസ്സിലാക്കുക, ക്വസ്റ്റിൻ്റെ കഥ മാത്രമേ വിഷമമുള്ളൂ. ചെയ്തു വരാൻ എളുപ്പമാണ്. കഴിഞ്ഞ മിക്ക പ്രോബ്ലങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ ക്വസ്റ്റ്യനായിട്ട് കാണിക്കുന്നത് ചെയ്തു കൊണ്ടുവരാൻ എളുപ്പമായിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ച് മനസ്സിലാക്കിയതിനകത്തുനിന്നും നമുക്ക് ഈ ടേംസ് കണ്ടുപിടിക്കുക. ആ കഥയാണ് ചിലപ്പോഴെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ അവിടെയാണ് ക്വസ്റ്റ്യൻ തന്നെ വിസ്തരിച്ചു ചെയ്യാൻ വളരെ എളുപ്പമാണ്, കുറച്ചേ ഉള്ളൂ. ക്വസ്റ്റ്യനാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യം 5 മീറ്റർ പോയി, പിന്നെ 5 3 8 മീറ്റർ പോയി, അപ്പോഴെല്ലാം പിന്നെ 8 3 11 മീറ്റർ പോയി, അപ്പോഴെല്ലാം തിരിച്ചും പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് 2 × 2 എടുക്കണം. അങ്ങനെ നമ്മളൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമ്മൾ ഫോം ചെയ്തെടുക്കുക. ആ പ്രോഗ്രഷൻ്റെ അതിൽ വേണ്ടത് 10th ടേം നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഇവിടെ 3 3 3 കൂടി പോകുന്ന അല്ല കോമൺ ഡിഫറൻസ്. കാരണം പെട്ടെന്ന് ഇവിടെ ഫിഗർ കാണുമ്പം 5ഉം 3ഉം 8ഉം 3ഉം 11 അങ്ങനെ തോന്നുന്നു. അപ്പോൾ 3 ആണ് കോമൺ ഡിഫറൻസ്, തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. 3 അല്ല ഇവിടെ കോമൺ ഡിഫറൻസ്, കാരണം തിരിച്ചും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രോഗ്രഷൻ ആദ്യം ഉണ്ടാക്കി വെക്കുക. അത് ഫോം ചെയ്തെടുത്താൽ പകുതി പണി കഴിഞ്ഞു. പിന്നെ ബാക്കി കഥ മറന്നിട്ട് ഈ പ്രോഗ്രഷനെ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഓരോ ടേമായിട്ട് ഞാൻ എഴുതാം. ഇവിടെ സമയം കളയാതിരിക്കാൻ വേണ്ടി ഞാൻ അത്രയും എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് വായിച്ച് നോക്കിയോ. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കോമ്പറ്റീറ്റർ ടു പിക്ക് ദ ഫസ്റ്റ് പൊട്ടറ്റോ, അത് കഴിഞ്ഞ് സെക്കൻഡ് പൊട്ടറ്റോ, അത് കഴിഞ്ഞ് തേർഡ് പൊട്ടറ്റോ. ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ഓൾറെഡി നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ആ വാല്യൂ കൊടുത്താൽ മതി. ദ നമ്പർ ഈസ് ഇൻവോൾവ് ഈസ് ഇൻ
അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമുക്കറിയാം, അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാക്കാനാണല്ലോ നമ്മുടെ ശ്രമം. അപ്പോൾ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഓരോന്നിനും വാല്യൂ കൊടുത്ത് നോക്കാം. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കോമ്പറ്റീറ്റർ ടു പിക്ക് ഫസ്റ്റ് പൊട്ടറ്റോ. അപ്പോൾ നമ്മൾ ആ ഫിഗർ ഓർക്കുക. അതിൽ നോക്കിയാൽ ഈക്വൽ ടു ഫസ്റ്റ് പൊട്ടറ്റോ 5 മീറ്റർ അകലെയാണുള്ളത്. അപ്പോൾ 5 മീറ്റർ അങ്ങോട്ടേക്ക് പോയി തിരിച്ച് വരണം ബക്കറ്റിൻ്റെ അടുത്തേക്ക്. അപ്പോൾ 2 × 5, അതായത് 5 മീറ്റർ പൊട്ടറ്റോ എടുക്കാൻ വേണ്ടി റൺ ചെയ്തു, പൊട്ടറ്റോ പിക്ക് ചെയ്തു, വീണ്ടും തിരിച്ച് വന്ന് ബക്കറ്റിൽ പൊട്ടറ്റോ ഇട്ടു. അപ്പോൾ 2 × 5 ഇവിടെ 10 മീറ്റർ ട്രാവൽ ചെയ്തു. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കോമ്പറ്റീറ്റർ ടു സെക്കൻഡ് പൊട്ടറ്റോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഏതായാലും പോകണം, തിരിച്ചു വരണം. അപ്പോൾ 2 × നമുക്കവിടെ ഫിക്സ് ആക്കി വെച്ചു. 2 × പിന്നെ പോകേണ്ടത് 5 മീറ്റർ ആദ്യത്തെ പൊട്ടറ്റോ വരെ പോകണം, പ്ലസ് അത് കവർ ചെയ്ത് കഴിഞ്ഞ് ആ ഡിസ്റ്റൻസ് കവർ ചെയ്തതിന് ശേഷം വീണ്ടും പോകേണ്ടത് 3 മീറ്ററാണ് അടുത്ത പൊട്ടറ്റിലേക്ക്. അപ്പോൾ 3 മീറ്റർ. അപ്പോൾ 2 × 5 + 3 ഈക്വൽ ടു 2 × 8 ഈക്വൽ ടു 16 മീറ്റർ പോകണം. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കോമ്പറ്റീറ്റർ ടു പിക്ക് തേർഡ് പൊട്ടറ്റോ. 2 × നമുക്ക് എഴുതി നോക്കാം, കാരണം പൊട്ടറ്റോ എടുത്തു തിരിച്ചു വരണം. 2 × അവിടെ വേണ്ടത് 5 + ആദ്യത്തെ പൊട്ടറ്റോയിൽ വരെ എടുത്ത് തിരിച്ചു പോന്നു. ആ 5 + അടുത്തത് 3 പ്ലസ് വീണ്ടും 3 മീറ്റർ അപ്പുറം കഴിഞ്ഞിട്ടാണ് അടുത്ത പൊട്ടറ്റോ ഉള്ളത്, +3 ഈക്വൽ ടു 2 × 5 + 3 8 + 3 11 ഈക്വൽ ടു 22 മീറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ പൊട്ടറ്റോ എടുത്ത് ബക്കറ്റിലിടാൻ വേണ്ടി പോയ ഡിസ്റ്റൻസ് 10 മീറ്റർ ആണെന്നും രണ്ടാമത്തെ പൊട്ടറ്റോ എടുത്ത് ബക്കറ്റിൽ തിരിച്ചു വന്ന് ബക്കറ്റിലിട്ടപ്പോൾ 16 മീറ്റർ ആണെന്നും മൂന്നാമത്തെ പൊട്ടറ്റോ എടുത്ത് തിരിച്ചു വന്ന് ബക്കറ്റിലിട്ടപ്പോൾ 22 മീറ്റർ റൺ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ദ നമ്പർ ഈസ് ഇൻവോൾവ് ഇൻ ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പോൾ ആ പ്രോഗ്രഷൻ നമുക്ക് എഴുതാം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈക്വൽ ടു 10, 16, 22 എക്സെട്ര. ഇവിടെ നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് കിട്ടിയത്. അപ്പോൾ a = 10, അതുപോലെ d = 16 - 10 = 6. അതുപോലെ ടോട്ടൽ 10 പൊട്ടറ്റോസ് തന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. അപ്പോൾ n = 10. നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോൾ Sn = n/2 × 2a + n - 1 × d എന്ന ഇക്വേഷൻ നമുക്കറിയാം. ഈക്വൽ ടു n/2, അതായത് 10/2 × 2a 2 × 10 പ്ലസ് n - 1 × d. n 10 ആണെന്നറിയാം. അപ്പോൾ 10 - 1, അതായത് 9 × d നമുക്ക് 6 ആണെന്നറിയാം, × 6 ഈക്വൽ ടു 10/2 × 2 × 10 20 പ്ലസ് 9 × 6 54 ഈക്വൽ ടു 10/2 × 54 പ്ലസ് 20 74. ഇതിനെ കട്ട് ചെയ്യാം. ഈക്വൽ ടു 10 × 74ന്റെ പകുതി 37 ഈക്വൽ ടു 370 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കോമ്പറ്റീറ്റർ ടു പിക്ക് ഓൾ ദ പൊട്ടറ്റോസ് ഈസ് ഈക്വൽ ടു 370. ഇത്രയും മീറ്റർ ആണ് കവർ ചെയ്തത്. അപ്പോൾ 370 മീറ്റർ ആണ് പൊട്ടറ്റോ റേസിൽ പങ്കെടുത്ത ആൾ റൺ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ചെയ്തത് ഫിഗർ നോക്കി ഓരോന്നിലും ഓരോ പൊട്ടറ്റോ എടുക്കാനും എടുത്ത ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ അതിനെ ഓരോന്നിനെ ഫസ്റ്റ് പൊട്ടറ്റോ, സെക്കൻഡ് പൊട്ടറ്റോ, തേർഡ് പൊട്ടറ്റോ അങ്ങനെ എടുത്ത് നമ്മൾ അതിൽ നിന്നും ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഫോം ചെയ്തെടുത്തു. ആ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഓരോ ടൈമും ഓരോ പൊട്ടറ്റോയ്ക്ക് വേണ്ടി റൺ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. അങ്ങനെ വെച്ച് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സം എടുത്തപ്പോൾ നമുക്ക് ടോട്ടൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് കിട്ടി. അതാണ് 370 മീറ്റർ. അപ്പം അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞു.